നോക്കിയാൽ സോഫിയ. ഇന്നത്തെ ഗുണപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയിനും പേഴ്സും പോയാലും കുഴപ്പമില്ല. നമ്മള് ലോങ് മത്സ്യകന്യകൻ ഡേ 3 സ്റ്റാർട്ടിങ്. എന്താണ് അപ്പൊ ഇന്നത്തെ പരിപാടി? സൺറൈസ് തുടങ്ങാം ഐശ്വര്യമായിട്ട്. ഇതായിരുന്നു നമ്മളെ ക്യാമ്പ്. നെക്സ്റ്റ് ക്യാമ്പ് ഇതെല്ലാം നമ്മളെ ടീംസാണ്. മോർണിംഗ്. രാവിലെ ഏകദേശം 5 മണിക്ക് തന്നെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. വേറെ പാട്ടിറക്കി. കണ്ണും കണ്ണും നോക്കിയാൽ സോഫിയ. സൺറൈസ് കണ്ട് സെറ്റ് ആയിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി ഇനി നേരെ അടുത്ത് തന്നെ നമ്മൾ കോഡ് ബൈക്കിന് പോവാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലം. എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ബണ്ണും ചാറും വ്യത്യസ്തമായി. ബണ്ണും ജാമും ചായ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. പിന്നെ കുറെ എന്തോ പേരറിയാത്ത കുറെ ബണ്ണുകൾ, കുക്കുംബർ ഫോർ ഹൈഡ്രേഷൻ, പാൻകേക്ക്, ജാമ്, ബ്രെഡ്. അപ്പം നമ്മളങ്ങനെ സഹാറയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. അപ്പം നമ്മളങ്ങനെ സഹാറയിൽ നിന്ന് പോവാണ്. നമ്മൾ പോകുന്നത് ഒട്ടകം മതിയായതുകൊണ്ട് സ്കോട്ട് ബൈക്കിലാണ്. നമ്മൾ സഹാറയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. യെസ്, ഡബിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോട്ട് ബൈക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. നമ്മള് സഹാറയുടെ സൈഡിൽ കോട്ട് ബൈക്ക് ചെയ്യാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അടിപൊളിയാക്കണം. ഓക്കെ, നമ്മളെ ടീംസ് എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിക്കും. സൂപ്പർ. സോ ഇത് നമ്മുടെ പടകള് എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റാവാണ്. ഓക്കെ, ഇനി ആരോടാ? அலெக்ஸ் இந்த டைம்ல உங்களுக்கு என்ன சொல்லுங்க இந்த டைம்ல അമേസിംഗ് ആയിട്ട് ഫീൽ. why you are standing here? You can stand. why ഞാൻ റെഡി ആവണ്ടേ? പൊളിക്കും നമ്മൾ പൊളിക്കും ഞാൻ. നല്ലൊരു വിഷമമാണ്. അങ്ങനെ ഒരു വിഷമം തരില്ല. നല്ലൊരു വിഷമല്ല. അല്ലടാ, നിനക്കെന്താ പറയാ? നിനക്ക് ഭയങ്കര വിഷമമുണ്ടല്ലോ മനസ്സിൽ. പിന്നെ വിട്ടുകൊടുത്തിരിക്കുക. ഞാൻ ഒരു ഹോസ്റ്റ് എന്ന നിലയ്ക്ക് അതിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഓൾറെഡി ഫോർ സ്ക്വാഡ് 5. ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. തിരിച്ചെത്തിയാൽ കാണാം.
അടിപൊളി എക്സ്പീരിയൻസ്. ഫുൾ ടീം ഇവിടെ. പ്രോ ഡ്രൈവർ ഒന്ന് കാണിക്കൂ. സ്വർണ്ണമാല മറന്നു വെച്ച ഇന്നലെ അവന്റെ കോട്ട് പോയി. കേട്ടോ വല്ലതും? നെക്സ്റ്റ് ടൈം സ്വർണ്ണമാല മറന്നു വെച്ചിട്ട് വന്നിട്ട് സ്റ്റാൻഡേർഡ് ടോയ്ലറ്റിന്റെ ഉള്ളിൽ കിട്ടിയ ഹബീബി കം ടു മൊറോക്കോ. Next time we want fast. Next time, inshallah, to come back, you will go fast. Your sunglasses, brother. Your sunglasses. Okay, wait 1 ക്യാമ്പിൽ minute. സ്വർണ്ണമാല മറന്നു വെച്ച ഡൊണേഷൻ ആണ്. ഇന്നലെ ക്യാമലില് ആള് മറ്റേ ജാക്കറ്റ് മറന്നു വെച്ചു. ഇന്ന് സ്വർണ്ണമാല ചെയിൻ, ഹി ഫോർഗോട്ട് ചെയിൻ. ഓക്കെ, സ്പോൺസേഡ് 1.5 പവന്റെ മാല പുള്ളി സ്പോൺസർ ചെയ്തു ഫോർ മൊറോക്കോ. ഹൈ ലെവലാണ് പുള്ളി. ഒരു എഞ്ചിനീയർ ആണ് പുള്ളി. ആൾക്കൊന്നും പ്രശ്നമില്ല. വീഡിയോ കണ്ടിട്ട് ജോബ്. അപ്പൊ ഇപ്പൊ ഞങ്ങളോട് ഇപ്പൊ പറയണത് വെച്ചാല് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പകുതി എനിക്കും പകുതി പുള്ളിക്കും മതിയാണ്. പകുതിയെങ്കിലും മാല ഹണ്ടിലാണ്. നമ്മൾ മാല റിക്കവർ ചെയ്യാൻ പോവുകയാണ്. കിട്ടി പോയി. അതായത് നമ്മുടെ മച്ചാന്റെ മാല നമ്മള് പോയിക്കാണ്. അപ്പൊ നമ്മളെ റിക്കവർ ചെയ്യാൻ പോകണം. അതിന്റെ ഒരു സെറ്റപ്പാണ്, അതിന്റെ ആഘോഷമാണ് നമ്മൾ കേൾക്കാൻ പോണത്. ഓക്കെ, സന്തോഷം കണ്ടോ മാല കിട്ടുന്നത്? മാല കിട്ടും. എനിക്ക് പ്രതീക്ഷയില്ല. നോക്കാം. പക്ഷെ ഭയങ്കര പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ പാർട്ടി സ്പോൺസർഡ് ബൈ. ഇന്നത്തെ അല്ല, 3 ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞ ആള്. ഒന്നര പവന്റെ മാല പോയിരിക്കുന്നു ഗൈസ്. അല്ല, അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോപ്പ് white one for me. Yes. Yeah. Okay. So ഇതെല്ലാം ഇവിടെ ഡ്രസ് ചെയ്തിട്ടുള്ള ഫോട്ടോ. യെസ്, ലെറ്റ്സ് ചേഞ്ച്. ട്രഡീഷണൽ മൊറോക്കോ ഡ്രസ്. മൊറോക്കോയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരുന്ന സ്ഥലം. മൊറോക്കോയിൽ വന്നവർക്ക് പ്രത്യേകിച്ചായിട്ട് അറിയാം. നമ്മളിവിടെ വന്നപ്പോൾ ഇവർക്ക് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞിട്ട് കുറേ കട്ടർബി. ഇതാണ് ആദ്യത്തെ കട്ടർബി. അൽ കട്ടർബി. ഇനി ഇവിടെ കുറേ കട്ടർബികൾ നമുക്ക് കാണാം. ഇത് കട്ടർബി. അയ്യോ പാവം കട്ടർബി, ഭയങ്കര വിഷാദമായിട്ടുള്ള പറഞ്ഞ. അടുത്ത ആള് യാരിത്? ഹബീബി. ഇത് ലോഹിട്ട പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എപ്പോഴും സ്തുതിയായിരിക്കും.
അടുത്ത പുൽക്കൂട്ടിൽ വയ്ക്കാം. അടുത്ത പുൽക്കൂട്ടിൽ വയ്ക്കാന്ന് പറയാം ഓരോന്നിന്. നിങ്ങൾ ഏത് ഭാഗത്തു നിന്നായിരുന്നു? ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? അതായത് ഏത് കാട്ടറബി ഭാഗത്ത്? കാട്ടറബി. മറ്റേ പുൽക്കൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെയുണ്ട്. നീ പറ, നിന്റെ പ്രശ്നം എന്താ? നിനക്ക് ഇന്നും കൺഫ്യൂഷൻ ആണല്ലേ? നിനക്ക് ഇന്നും കൺഫ്യൂഷൻ എനിക്കറിയാത്. നീ ഒരെണ്ണം എടുത്താ മതി. ഹുഡിയുള്ള കാട്ടറബി. എത്ര നല്ല സാധനം, എന്തൊക്കെ സാധനം എടുത്താലും കാട്ടറബി എപ്പോഴും കാട്ടറബി തന്നെ. ആരെ വിളിച്ചേ? അല്ല സുന്ദരി ആരായിരിക്കും? പക്ഷെ എന്താ ചെയ്യടാ, കിട്ടുന്ന സമയം മുതലാക്കിയില്ല, ഉറങ്ങിപ്പോയി. അങ്ങനൊരു മണ്ടൻ. എന്താ ചെയ്യ? എന്നെ ഉറക്കാൻ വേണ്ടി നീ ഓരോ പാട്ടിട്ടില്ലടാ, തകർത്തുണ്ട് കാച്ചി. എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അയ്യോ പാവം. പേഴ്സ്, വള, മാല, എന്തെല്ലാം. ഞങ്ങൾ റിച്ചാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫുഡ്. ഇപ്പോഴത്തെ പരിപാടി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോവുകയാണ്. വെറൈറ്റി സാധനം ലഞ്ച് അടിക്കാൻ പോകുന്നത്. ഇത് yes, we are in restaurant. We are going to have some amazing food. Amazing. You're gonna try that? Yeah. Sweets. Oh, I think it's more. No. Come on, guys. നമുക്കിനി ഫ്രഷ് ആയിട്ട് ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പം ഇന്നത്തെ നമ്മളെ ഫുഡ് ബൊഫേ ആണ്. സോറി. പിന്നെ ഡെസേർട്ടായിട്ട് ഇവിടെ മെയിൻ ഇനി ഫുഡിന് ശേഷം അന്നത്തെ ലഞ്ച് എങ്ങനെയുണ്ട്? ഇന്നലത്തെ പോലെ തന്നെ അപ്രൂവ്ഡ് ആണോ? അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പം ഇനി നെക്സ്റ്റ് അടിപൊളി സ്ഥലം. അതാണ് നമ്മൾ കാണാൻ ഇറങ്ങിയ സ്ഥലം. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അടിപൊളി. അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കണം? നിങ്ങൾ പറയാനോ? ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളിന്റെ ലോഡ്ജാണ് ഇത്. വാട്ടർഫോൾ അല്ല, ലോഡ്ജാണെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യണത് എവിടെയാ? നമ്മുടെ സഹാറ ഡെസേർട്ടിൻ്റെയും സിറ്റിയുടെയും നടുക്ക്, മാറാക്കേഷിൻ്റെ നടുക്കാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സഹാറ ഡെസേർട്ട് മുന്നേ അറബിക് ഓഷൻ ആയിരുന്നു, അതറിയോ? സോ ഇത് മുന്നിൽ കടലായിരുന്നു. ദിസ് വാസ് സീ ബിഫോർ. യാ, ദിസ് വാസ് സീ ബിഫോർ. And the height of this one is 430 meters. So you can see somebody is climbing in this one. When you move front, you can see someone is climbing. Still? Yeah, still. Like what do you say, hiking, no? They are climbing with this. So ഈ ഒരു വെള്ളം വരുന്നത് ചെറിയൊരു ഉറവേന്നാണ്. അപ്പോൾ ഈ വെള്ളം തിരിച്ചു പോകുന്നത് ഹൈലാൻഡിലേക്കാണ്. ആ ഹൈലാൻഡിലത്തെ വെള്ളമാണ് നമ്മൾ എവിടെ ഇടണേ? മരുഭൂമിയിൽ ഇടണത്. അതാണ് ഇതൊക്കെ കാണാതെ വീട്ടിലിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇത് അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും
എറണം. അതായത് നിങ്ങൾ പറഞ്ഞില്ല ഒരു സാധനം പെട്ര പോലത്തെ ഒരു സ്ഥലം ഏകദേശം ഇത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ തേർഡ് ട്രിപ്പിന് ഇത് വെച്ചാണെന്ന് പറയാം. 3 ഡേ നമുക്ക് ആസ്വദിച്ച് പതുക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം വെച്ചാണ്. കാരണം ഈ ഒരു ദിവസം ഈ ഒരു സാധനം മാത്രം കാണാനുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് വീട്ടിലിരിക്കാതെ ഇറങ്ങുക, നാട് കാണാൻ ഇറങ്ങുക. Only one life, maximum explore ചെയ്യുക. ചൈന പോയാലും കുഴപ്പമില്ല, ലോകം കണ്ടിരിക്കുക. ഇപ്പൊ ഇന്നത്തെ ഗുണപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനയും പേഴ്സും പോയാലും കുഴപ്പമില്ല, നമ്മള് ലോകം കണ്ട്. അങ്ങനെ ഇയാളിങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് വേറെ എന്താ പഠിപ്പിക്കാൻ നമുക്ക് അറിയില്ല. നമ്മളെ ഫൈസിമോൻ ഫോട്ടോഷൂട്ടിലാണ്. റോഡ് ബ്ലോക്ക് ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു വൈബ്. ഫൈസിമോൻ എന്താ പറയാനുള്ളത്? ഫോട്ടോ എനിക്ക് ഇത് ഈ സ്ഥലമാണോ? വേണ്ട, അല്ല ഇത് ഇങ്ങോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? വീട്ടിലിരിക്കുന്നവരോടൊന്നും പറയില്ല, അവരുടെ കംഫർട്ട് സോൺ ആയിരിക്കും. പക്ഷേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ലൈഫ് എങ്ങനെയാണെന്ന് മറ്റുള്ള ജീവിതങ്ങൾ കാണുമ്പോൾ ഒരു പ്രചോദനം മേ ബി. അതാണ് ഒരുപാട് ഇല്ല, ട്രാവൽ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം മറ്റുള്ളവരുടെ ലൈഫ് കാണുക, അതാണ്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതേ ഉള്ളൂ, ഇത് മാത്രമാണ് ലോകം എന്നുള്ളത് അല്ലേ? നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത ലോകത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ലോകമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൊറോക്കോയിൽ താഞ്ചിയ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് മൊറോക്കോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് മച്ചാനെ, UK ഉള്ള സമയത്ത് പറ്റുവാണെങ്കിൽ മൊറോക്കോ, അൽബേനിയ, മോണ്ടിനിഗ്രോ അതെല്ലാം വന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. സെറ്റാണ്. അപ്പോൾ അതെ, പിന്നെ ഇതുപോലത്തെ ഒരു ഹോസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ നോക്കണ്ട, നമ്മൾ ഹോസ്റ്റ് ഫീൽഡ് ഒന്നും അല്ലാട്ടത്. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ, ഇതാണ് എൻ്റെ ആശാൻ. ഓക്കെ, അല്ല എന്നെ പണി പഠിപ്പിച്ചു തന്ന ആളിതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ മൊറോക്കോ അടിപൊളിയാണ്. അപ്പോൾ വരാത്തവരെല്ലാവരും വരിക. പിന്നെ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് മൊറോക്കോ വരാൻ. പിന്നെ മൊറോക്കോ വരുമ്പം അഡ്വൈസ് എന്ന് പറയുന്നത് ട്രാവൽ അഡാപ്റ്റർ മാത്രം എപ്പോഴും നിങ്ങളുടെ കയ്യിലിരിക്കുക. ഇത് മാത്രമാണ് എനിക്കുള്ള അഡ്വൈസ്. അപ്പോൾ ഹബീബി കം ടു മൊറോക്കോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ ഇതേമാതിരി റോട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതെ, റോട്ടിൽ നിന്ന് കിട്ടിയതാണ്. ആള് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. UK ഒരു ഫുഡ് ബ്ലോഗിയാണ്. അതെന്നെ കാണുമ്പോൾ മനസ്സിലാവും. പുള്ളിയുടെ പേര് അബീസ് UK. ഓക്കെ, അപ്പോൾ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മച്ചാനെ വളർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ബ്ലോഗിൽ ചെയ്യാനുണ്ടോ ഫുഡ് കഴിക്കാൻ? അതെ. ഓക്കെ, സെറ്റ്. How much for yours? No. How much for yours? 80. You how much? We brought the same one from Medina Souk. Wait, how much? 50. No. Yeah? Please. No. No lies. Please. Shah Rukh Khan price. Shah Rukh Khan. Kareena Kapoor price. Yes. Excuse me. For you, give me 70. Nah, 70. we already have. 70, okay? No. 7. Yeah, how much? 70. 70. Some scarf, hello? €5. പാവം ഹസ്ലേഴ്സ്. അവർക്ക് ജീവിക്കണ്ടേ? Take some souvenir with us. Someone will give you money. No, we don't give her money. Nah, we don't know her. We don't give her money. She's not with us. Not nice. You think they're nice people. But they're not. Aye. Thank you. ഒരു രക്ഷയില്ല. ഫ്രീ അല്ല, ഫ്രീ അല്ലടാ. ഇവിടെ നമുക്ക് ഫ്രഷ് വാട്ടർ വരുന്ന
சொல்லுங்க ப்ரோ, ஏதாச்சும் சொல்லுங்க. Very nice water, very clean. Adipoli. അടിപൊളി, യെസ്. സോ ഇവ മൂപ്പര് വന്നിട്ട് ആള് വന്നിട്ട് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്കൻ. സോ യു സ്പീക്ക് തമിഴ്, റൈറ്റ്? Yes. ഫ്രഷ് വാട്ടറാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് നേരെ ഇതിൽ കൈയിടുക, നിൽക്കുക, കുടിക്കുക. ആ സ്കീമിലാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ബ്രോ റെഡിയാണോ? ഞാൻ റെഡിയാണ്, സെറ്റാണ്. ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വെള്ളം കുടിക്കാൻ കുപ്പിയിൽ കൊണ്ടുവന്ന സെറ്റപ്പാണ്. ഈ വാട്ടറാണ് എല്ലായിടത്തേക്ക് പോകുന്നത്. അതായത് ഇത് ഹൈലാൻഡിൽ സ്റ്റോക്കായിട്ട് അവിടെ നിന്ന് ഇവിടെയുള്ള എല്ലാം സ്ഥലത്തേക്ക് പോണത് ഇവിടെ നിന്നാണ്. ഇവൺ സഹാറ മരുഭൂമി ആയാലും പോണത്. അതെങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഇതേപോലെ അടിപൊളിയാണ് കണ്ട. ഒരു രക്ഷയില്ല. അടിപൊളി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വന്ന് കുടിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഒരു ഫ്രഷ് ഫീല്, ഒരു ഫ്രഷ് ഫീലില്ലേ? അതെ, അടിപൊളിയാണ്. ഫ്രഷാണ്. പരിപാടി കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ജസ്റ്റിൻ ബ്രോ, ഇനി നമ്മൾ റൂമിൽ പോവാ. ഇനി ബാക്കി റൂമിൽ അടിച്ചൊളിക്കാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തിയിരിക്കുന്നു. That's our hotel. ഇതാണ് നമ്മളെ ഹോട്ടൽ. ഇന്ന് ഇവിടെയാണ്. ഹലോ, you tired? You already going to sleep? Yes. പൊളിയാ? ഇതാണ് നമ്മളെ ഹോട്ടൽ. ഇന്ന് ഇവിടെയാണ്. നമുക്കപ്പോൾ പോയി റൂം എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ടീം ഇവിടെ ഉണ്ട്. ടീംസ് എന്താ പറയാനുള്ള? നമ്മൾ അത്യാവശ്യം ഒരുപാട് കറങ്ങി അടിപൊളിയായിട്ട് വന്നേക്കാണ്. നല്ലോണം പട്ടി പോലെയാണ് അവസ്ഥയായിട്ടുണ്ട്. എല്ലാവരും ടയർഡാ. യെസ്, തേർഡ് ഡേ സ്റ്റേ. അതെ, എല്ലാവരും എക്സൈറ്റഡ്? നോക്കാം. എക്സൈറ്റ്മെന്റ് അത് പറയല്ലടാ. സർപ്രൈസ് ആണോ? എന്റെ ജാക്കറ്റ് അപ്പം നമ്മൾ മൊറോക്കൻ ടീയിലാണ് സ്റ്റാർട്ടിങ് അല്ലേ? ഏത് ചായ? അതെ. അപ്പോൾ നമ്മൾ മൊറോക്കൻ ടീയിൽ സ്റ്റാർട്ട് ചെയ്യും. അതിലിട്ട് നല്ല ഒരു ഹെർബൽ ടേസ്റ്റ്. ഹെർബൽ നെക്സ്റ്റ് റൂമിലോട്ട്. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് പൂളിലോട്ടാണ്. പൂളിൽ ഒരു അടിച്ച് തകർത്തിട്ട് അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അടുത്ത് നെക്സ്റ്റ് എല്ലാം കിടക്കുന്നുണ്ട്. അതെ. എങ്ങനുണ്ട് പൂളിൽ ചാടിയിട്ട്? പൂളിൽ ചാടാൻ വന്നതാ. ബിഫോർ ആഫ്റ്റർ ഒടുക്കത്തെ തണുപ്പ്. ഇവിടെ ഒന്ന് ചോദിച്ചോക്കെ എക്സ്പീരിയൻസ് ഇൻ പൂൾ? It's freezing. It's not cold. It's freezing.
ഇതേതാ മത്സ്യകന്യകൻ? നമ്മളെ റെസ്റ്റോറൻറ്റ് ഇതാണ്, ഹോട്ടലിലെ ഏതാ ആംബിയൻസ്, അടിപൊളി ആംബിയൻസ്. ഫുൾ ടീം ഇവിടെ ഉണ്ടല്ലോ. ആകെ ഇത്രയും നടത്തിയ പർച്ചേസിൽ മുതലായ ഒരു സാധനം. പാൻറ്റും വേണ്ട, ഒന്നും വേണ്ട, എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ. ഇവിടെയും ബൊഫയാണ്, നമ്മളെ എപ്പോഴും പോലത്തെ സെയിം ഡെസേർട്ട് അല്ലേ? പിന്നെ കുറച്ച് സാലഡ്സ്, പാസ്ത, നമ്മളെ ബീഫിൻ്റെ ഒരു സാധനമാണ് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഇത് ചിക്കൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. സോറി, ഇതാ ഇന്നത്തെ നമ്മുടെ ഡിന്നർ. ഹൗ ഇസ് ഇറ്റ് ബ്രദർ? വെരി നൈസ്. നൈസ്, വെരി ഗുഡ്. How is it? Food? അടിപൊളി. Cheers. ഫുഡ് കഴിച്ചു.